ഇതെന്തോന്നത്? വൃദ്ധസ്ഥലത്ത് ടൂർ വന്നിരിക്കണം. അതുകൊണ്ട് നീ വാ പറയാം. വാ ചുമ്മാ ഒന്ന് ബഹുമാനിച്ചത്. ഞാൻ പറഞ്ഞില്ലേ വിക്രമൻ. സന്തോഷമായിരിക്കല്ലേ? മായനായിട്ട് പണിയാനാണോ നീ അമ്മച്ചിമാരായിട്ട് ഇങ്ങോട്ട് വന്നത്? ആരാണ് നിന്റെ അമ്മച്ചി? ഓ, എങ്ങനെ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കണ നിങ്ങളെ എന്നാ ഞാൻ കുമാരി എന്ന് വിളിക്കട്ടെ? വിക്രമാ, എന്തോ നീ ശരിക്കുള്ള പറുദീസ കണ്ടിട്ടുണ്ടോ? കണ്ട അമ്മച്ചി എവിടുത്തെ സീരിയസ് ആയി. ചുമ്മാ എന്റെ പൊന്നു ചേട്ടത്തിമാരെ, നിങ്ങൾ പറഞ്ഞ ഈ സംഭവം ഞാൻ നേരത്തെ അറിഞ്ഞതാ. ആ വീഴ്ചയ്ക്ക് ശേഷം മായന്റെ അച്ഛൻ രാജുഭായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. മായന്റെ കയ്യിരിക്കുന്ന വജ്രായുധം നിങ്ങൾ കണ്ടോ? അയാളെ പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? മായന്റെ അച്ഛൻ രാജുഭായ് മംഗലാപുരത്തെ ഹവാല ഇടപാടുകൾ അടക്കി ഭരിച്ചിരുന്ന ഡോൺ. മായൻ മരണം പോലും അവനെ കണ്ടാൽ പേടിച്ചു മാറി നിൽക്കും. മായന്റെ അനിയൻ ഇന്ദ്രൻ, ഇവൻ ഉണ്ടായതോടുകൂടി രാജുഭായുടെ ഭാര്യ രാധമ്മ ക്ലോസ്. അവനെ വളർത്തിയത് അവിടെയുള്ള ഗുണ്ടകളാണ്. ഇന്ദ്രനെ കൂടെ നിർത്തി പണി പഠിപ്പിക്കണമെന്ന് മാത്രമാണ് രാജുഭായ് മായനോട് പറഞ്ഞ അവസാനത്തെ ആഗ്രഹം. അണ്ണാ, അവനിവിടെ എത്തിയിട്ടുണ്ട്. നീലൻ പള്ളിപ്പറമ്പ് വെച്ച് ഞാൻ അവനെ കണ്ട്. ജോസേ, വണ്ടി എടുക്കും. വണ്ടി എടുക്കും, കയറിക്കോ. എടാ ഈ വേഷത്തിൽ നീ എങ്ങോട്ടാ? അണ്ണാ, താമസം ഞാൻ പോവും, പിന്നെ കിട്ടൂല. അതൊന്നും പ്രശ്നമല്ല. നീ പോയി വേഷം മാറിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. വേഷമൊക്കെ ഇത് മതി. നീ പറയുന്നത് കേട്ടാ മതി. നീ വേഷം മാറിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യോളാന്ന് പറഞ്ഞില്ലേ? എന്തോ മാറ്റാ പോരാ. എവിടെ പോയാലും നല്ല നീറ്റായിരിക്കണം. നമ്മുടെ സ്റ്റൈല് വിട്ട് ഒരു കളിക്ക് നിൽക്കരുത്. അതിപ്പോൾ ഒരുത്തനെ കൊല്ലാൻ പോവാണെങ്കിൽ ശരി. ഓക്കെ. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് മാസ്. വണ്ടി എടുക്ക്. മതിയടാ. ഇനി അവനെ വിട്ട്. വെട്ടട്ടെ? ശരിയല്ല. വെട്ടടാ അവനെ. വെട്ടിക്കോ നീ. എന്താണ് ഇവനീ കാണിക്കുന്നത്? ആ വാഴ വെട്ടിയോരെ വെട്ടടാ. അണ്ണാ, നമുക്ക് വെടിവെച്ച് വന്നാ പോരാ. നീ അവനെ വെട്ടുമ്പോ അവന്റെ ചോര നിന്റെ ദേഹത്ത് എറിക്കണം. അത് നിനക്ക് കിട്ടുന്നൊരു മെഡലാണ്. വെടിവെച്ചൊല്ലാനൊക്കെ ആർക്കും. ഇവൻ എനിക്ക് വെട്ടിയൊരു തണ്ടിയല്ലെന്നേ. തണ്ടിയല്ല, നീ വെട്ട്. നീ തീർന്നടാ. വെട്ടങ്ങ്. ഇവ ശരിയാവില്ല. കുറച്ചുകൂടെ ഗ്ലാമർ ഉള്ള ഒരുത്തനെ കിട്ടും. ഗ്ലാമർ ഉള്ള ഒരുത്തനോ? ഗ്ലാമർ ഇല്ലാത്തവന്റെ ചോരക്കാണ് ഭംഗിയുള്ളു. നീ വെട്ട്. അറപ്പിക്കുന്നു. നിർത്ത്. വേറെ വാഴത്തലെടുത്തു. ശരിയാവുന്നില്ല. എനിക്ക് മനസ്സിലായി. നീ തൽക്കാലം അതീ വെട്ടിപ്പടി. എപ്പോഴെങ്കിലൊക്കെ പറഞ്ഞു കൊടുത്തു വിടടാ. അത് തന്നെ. അതേപോലെ ഇവിടെ ഒന്ന് വെട്ടാ. കൈ സൂക്ഷിക്കണേ. വെട്ട്. ഇവിടെ ഒന്ന് വെട്ട്. കഴുത്ത് നോക്കി വെട്ട്. അത്രേ ഉള്ളൂ. അവരുടെ കൈ പോകാൻ നോക്കണം. നീ വെട്ടിക്കോ. കഴുത്തിന് വെട്ടിയാണ്. കൈ മാറേ. എന്തൊക്കെയാണോ? ഏയ് ഒന്നുമില്ലടാ. നമ്മുടെ ചെക്കൻ വലിയ ആളായി. ഡിഗ്രിയൊക്കെ പാസ്സായ ഓരോരുത്തൊരു സന്തോഷം. അത്രേ ഉള്ളൂ.
കുട്ടമ്പിള്ള ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറ. ഇല്ല. നിനക്കെങ്ങനെയാ അവനെ പരിചയം? അത് ഞാൻ ഈ ചെറിയ ഹവാല ഏർപ്പാടുകളിലൊക്കെ മധ്യസ്ഥനായിരുന്നു. പിന്നെ ഇയാൾക്കൊരു വലിയ ആന്റിക് ശേഖരമുണ്ട്. അപ്പൊ ചില നല്ല സാധനങ്ങളൊക്കെ കിട്ടുമ്പോ അവിടെ കൊണ്ട് വെക്കാറുണ്ട്. അവന്റെ അടുത്ത് എങ്ങനെ എത്താൻ പറ്റും? ഇത്രയൊക്കെ കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലേ? ചാവാൻ അത്രയ്ക്ക് കൊതിയായ നിനക്ക് വട്ടായോടെ ഈ കളവുമാരെ കൊണ്ട് പകരം ചോദിക്കാൻ പോലെ. ഇവിടെ ചാവുന്ന കാര്യം പറയുമ്പോ സുഖമായിട്ട് തുറക്കുന്നു. എണീറ്റ് പോകാതെ. നിർത്തടാ. ആരാണ് നിന്റെ തള്ള? നിന്നെ ഞാൻ വിടടാ. വിട്. നിനക്ക് ഞാൻ പറയണമെന്ന് മനസ്സിലാവുന്നില്ലേ? ഇതെങ്ങാനും മായനറിഞ്ഞാൽ ഗംഗയിൽ ഒഴുക്കാൻ ഒരു വർഷം എല്ലു പോലും തരില്ല. അടിപൊളി. നീ അല്ലേ പറഞ്ഞ നീ നാട് പറപ്പിക്കുന്ന വലിയ ഗുണ്ടയേക്കാണ്. ഗുണ്ടയൊക്കെ തന്നെ. എന്നാലും ജീവിച്ചിരുന്നാലേ ഗുണ്ടയായിട്ട് കാര്യമുള്ളൂ. നീ ഞങ്ങളുടെ വരണം, മായനുമായിട്ട് സംസാരിക്കണം. പിന്നെന്ത്? എന്റെ പട്ടി വരും. അങ്ങേരെ പണിഞ്ഞവന്റെ വക്കാലത്ത് പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാൻ എന്റെ തലയ്ക്ക് ഓളൊന്നുമില്ല. നീ വരില്ല. ഇല്ല. നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടാ. നീ നോക്കിക്കോ. ഒരു പട്ടി പോലും നോക്കാതെ ഞാൻ വരാം. ഹലോ. എത്തി മോനെ. ദർശനവും കഴിഞ്ഞ്. എല്ലാരും ഉണ്ട്. അയ്യോ മോനെ, പ്രസാദം കൊണ്ടുവന്ന് വാങ്ങിക്കട്ടെ, പിന്നെ വിളിക്കാം. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതായി കളവേള കൊണ്ട് ഇതിലൊന്നും പോകരുതെന്ന്. നിനക്ക് ജീവിക്കാൻ കുത്തിയോട്ട് കേട്ടുകൂടോ? ഞാൻ പോകും. നാട്ടു ചെറുതായൊന്ന് വെട്ടിയെന്നേ ഉള്ളൂ. കുറച്ച് കിടന്നാ മതി. ഇപ്പൊ ശരിയാവും. ഇപ്പൊ വരാം. എങ്ങോട്ട്? പോരുത്. ഇപ്പൊ വരടാ. പോരുത്. പോകരുത്. ആരാടാ? അറിയില്ലെന്ന്. 5-6 പേരുണ്ടായിരുന്നവർ. മുഖം മറിച്ചതൊന്നും കാണാൻ പറ്റിയില്ല. അണ്ണ സൂക്ഷിക്കണം. ആ ഫോണിങ് തരാൻ. അവനെവിടാ? നീയാണോടാ ഗുണ്ട? അവന്റെ തമറാടാ. മായിന്റെ നമ്പർ തരാൻ. തരാനല്ലേ പറഞ്ഞത്? കൊടുത്തു. മൊബൈൽ തരാ. ഹലോ. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. പക്ഷേ നിനക്ക് ഞാനൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. ആശുപത്രി ചെന്ന് കണ്ടു കാണുമല്ലോ. എന്താ? നീ പണിഞ്ഞത് എന്റെ ആളെയാ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി മുതൽ ഞാൻ കാണും നിന്റെ പുറകിൽ. നീ എന്റെ മരണം വരെ. ആരാടി നീ? ഞാൻ ഡാഗിനി.